താൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മൂന്നാം ലോകമഹായുദ്ധം ഉണ്ടാകില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് ഉറപ്പിച്ച് പറയുന്നു. യുക്രൈനുമായി ഏറ്റുമുട്ടൽ തുടരുകയാണ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ ജനപ്രീതി താണു എന്നുള്ള വാർത്തകളും യുക്രൈനിൽ നിന്ന് വരുന്നുണ്ട്. ഈ അവസരത്തിൽ പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പി ജെയിംസ്, ഹൗ ആർ യു? നന്നായി പോകുന്നു. അപ്പോൾ കുറച്ചുകൂടെ ചെറുപ്പമായി. ഞാൻ എന്നും ചെറുപ്പമാണ്. എന്താ ഈയിടെയായിട്ട് കഴിക്കുന്ന ഭക്ഷണം? ഏതാ? പോത്തിറച്ചിയാണോ ഏതാ കഴിക്കുന്ന ഭക്ഷണം? ഞാൻ എല്ലാം കഴിക്കും. നോണും വെജിറ്റേറിയൻ എല്ലാം കഴിക്കും. കണ്ടാ പറയത്തില്ല കേട്ടോ, ഇത്രയും കഴിക്കുന്ന ഒരാളാണ്. കഴിക്കാത്ത എന്തും കഴിക്കും. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഓരോ ദിവസവും ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. ഇത്തവണത്തെ പ്രഖ്യാപനം എന്തായാലും എല്ലാവർക്കും ആശ്വാസം പകരുന്നൊരു വാർത്തയാണ്. ഒരു സെക്കൻഡ്. ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട ശേഷം തൃണമൂൽ കോൺഗ്രസ് എംപിമാർ മാധ്യമങ്ങളെ കാണുന്നു. ഓക്കെ ജെയിംസ്, നമ്മൾ ചെന്നപ്പോഴേക്കും ഒരല്പം താമസിച്ചു പോയി അവര്. തീർച്ചയായിട്ടും ട്രംപിനെ കുറിച്ചാണ് പറഞ്ഞത്. ട്രംപ് ഓരോ ദിവസവും ഓരോ പ്രഖ്യാപനമാണ്. കഴിഞ്ഞ ദിവസം വ്ളാഡിമിർ സെലൻസ്കിയെ ഡിക്റ്റേറ്റർ, ഏകാധിപതി എന്ന് വിളിച്ചു. യുക്രൈനുമായിട്ട് പെട്ടെന്ന് ജോ ബൈഡൻ ഉണ്ടാക്കിയ ബന്ധം മുഴുവൻ തകർത്തെറിഞ്ഞ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ആയിട്ടൊരു ശത്രുവിനെ പോലെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ്. ഓരോ ദിവസവും ഓരോ രീതിയിൽ. ഇപ്പം അദ്ദേഹം പറയുന്നു മൂന്നാം ലോക മഹായുദ്ധം ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഉണ്ടാവില്ല എന്ന് വെച്ചാൽ അതിന് സാധ്യതയുള്ള രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് റഷ്യയുമായി ഒരു സന്ധി സംഭാഷണം സൗദി അറേബ്യയിൽ അമേരിക്കയും റഷ്യയും തമ്മിൽ ആരംഭിച്ചു എന്ന് മാത്രമല്ല അടുത്ത ദിവസങ്ങളിൽ, ഡേറ്റ് പറഞ്ഞിട്ടില്ല, എന്തായാലും ഫെബ്രുവരി അവസാനത്തോടു കൂടി അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് വരെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു മൂന്നാം ലോക മഹായുദ്ധം ഞാൻ ഒഴിവാക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ജോ ബൈഡൻ ഇരുന്ന കാലത്ത് ഉക്രൈൻ യുദ്ധം ഇതാ 3 വർഷം മുന്നോട്ട് പോയി. ഫെബ്രുവരി 24 3 വർഷം തികയുകയാണ്. എന്തായാലും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് പക്ഷേ യൂറോപ്പിൽ നിന്ന് വലിയ പിന്തുണയാണ്. ട്രംപ് എതിരായിട്ട് നിന്നാലും ട്രംപിൻ്റെ പ്രതിനിധിയായിട്ട് ചർച്ചയ്ക്ക് പോയ, സെലൻസ്കിയുമായി ചർച്ചയ്ക്ക് പോയ ട്രംപിൻ്റെ തന്നെ പ്രതിനിധി പറഞ്ഞത് ഉക്രൈനിലെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ധീരനായ നേതാവാണെന്നാണ്. അതേസമയം ഇപ്പുറത്ത് പറയുന്ന ഏകാധിപതിയാണെന്ന്. അപ്പോൾ പ്രസിഡന്റ്സ് മെൻ എന്ന് പറയുന്നവർ തിരിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഈ അമേരിക്കയിൽ തന്നെ കൺഫ്യൂഷനുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ സ്വന്തം പാർട്ടിയുടെ തന്നെ പല സെനറ്റർമാരും ട്രംപിനെതിരെ രംഗത്തുണ്ട്. കാരണം ഉക്രൈനെ കൈവിടാൻ പാടില്ല, ഉക്രൈൻ നമ്മുടെ സഖ്യകക്ഷിയാണ്. ഇസ്രായേൽ പല കാര്യങ്ങളും റഷ്യയെ വിശ്വസിക്കാൻ പറ്റില്ല, റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെ അത്ര പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലുള്ള അഭിപ്രായമുണ്ട്. പക്ഷേ ട്രംപിൻ്റെ നിലപാടിൽ നിൽക്കുകയാണ്. ട്രംപിന് സോഫ്റ്റ് കോർണർ പുട്ടിനോടുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ചർച്ചകളൊക്കെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ ഒരു വിജയിച്ച മട്ടിൽ നിൽക്കുകയാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ്. 3 വർഷത്തെ യുദ്ധം കൊണ്ട് അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥ തകർന്നു, റൂബിളിൻ്റെ വിലയിടിഞ്ഞു, വലിയ പ്രശ്നത്തിൽ നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപ് ജയിക്കുന്നതും ട്രംപ് റഷ്യക്ക് പിന്തുണയുമായി വരുന്നതും. പിടിച്ചെടുത്ത ഭൂമി മുഴുവൻ വിട്ടുകൊടുക്കാനാണ് പറയുന്നത്. ഏതാണ്ട് 20% ഉക്രൈൻ്റെ ഭൂമി റഷ്യയുടെ കയ്യിലാണ്. അത് വിട്ടുകൊടുക്കാൻ, കാരണം നേരത്തെ പിടിച്ചെടുത്ത പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ വിട്ട്, പ്രത്യേകിച്ച് കിഴക്കൻ ഉക്രൈനിൽ ഡോണറ്റ്സ്ക് അടക്കമുള്ള പ്രദേശങ്ങളിലെ അതുപോലെ തന്നെ തെക്കൻ ഉക്രൈനിലെ പ്രദേശങ്ങളൊക്കെ വിട്ടുകൊടുക്കാനാണ് പറയുന്നത്. അപ്പം അത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങളെ കൂട്ടാതെ നടക്കുന്ന ചർച്ചയ്ക്ക് യാതൊരു സാങ്ക്ടിറ്റിയും ഇല്ലാതെ സ്വീകരിക്കില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉക്രൈൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് യുക്രൈനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന് മാത്രമല്ല അവിടെ ഒരുപാട് ധാതു ലവണങ്ങളും ധാതു നിക്ഷേപങ്ങളുണ്ട്. അതിൻ്റെ കരാറിൽ ഒപ്പിടാൻ ട്രംപ് നിർബന്ധിക്കുന്നുണ്ട്. അതിൽ കരാറിൽ ഒപ്പിടാത്തതിൻ്റെ പേരിലാണ് വ്ളാഡിമിർ സെലൻസ്കിക്കെതിരെ ഈ തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അതിനിടയിൽ ഈ മണിക്കൂറുകളിൽ വന്നിരിക്കുന്ന ഒരു സർവേ വ്ളാഡിമിർ സെലൻസ്കിക്ക് അത്ര ഗുണകരമല്ല. യുദ്ധം തുടങ്ങി 3 വർഷം മുമ്പ് തുടങ്ങിയപ്പോൾ 90% ഉക്രൈൻകാർ ഹാസ്യ നടനായി വന്ന് പ്രസിഡൻ്റായിരുന്ന വ്ളാഡിമിർ സെലൻസ്കിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ഇതുവരെ 57% പിന്തുണ. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ആര് ജയിക്കുമെന്നുള്ള ഒരു ഇത് നടത്തിയപ്പോൾ അദ്ദേഹം പുറത്താക്കിയ ഉക്രൈൻ്റെ പട്ടാള ജനറലായിരുന്ന വലേറി, അദ്ദേഹം UK അംബാസഡറാണെന്ന് തോന്നുന്നു, അദ്ദേഹം ജയിക്കും. അത് 65% വോട്ട് അദ്ദേഹത്തിന് ലഭിക്കുമെന്നും സെലൻസ്കിയുടെ ജനപിന്തുണ 35% കുറഞ്ഞുവെന്നും റിപ്പോർട്ട് വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ടുള്ള ഏറ്റുമുട്ടലും അതുപോലെ തന്നെ ഒരുപാട് പേർ കൊല്ലപ്പെട്ടതും ഇത് ഒരു തരത്തിലും സെറ്റിൽ ചെയ്യാൻ പറ്റാത്തതൊക്കെ വ്ളാഡിമിർ സെലൻസ്കി എന്ന നേതാവിൻ്റെ നേതൃപാടവത്തിന് ചോദ്യം ചെയ്തിരിക്കുന്നു. ഒരു കാലത്ത് വീരനായകനായിട്ട്
പ്രകീർത്തിക്കപ്പെട്ട വ്ളോഡിമിർ സെലൻസ്കിക്ക് ഏറ്റവും അവസാന കാലം 3 വർഷം തികയുമ്പോൾ അദ്ദേഹം ജനപ്രീതിയിൽ താഴെ പോകുന്നുവെന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നു. എസ്കേൻ. ഓക്കെ, ബിബി ജെയിംസ്, മറ്റൊരു വാർത്ത കൂടി വരുന്നു. ബന്ദി കൈമാറ്റത്തെ ചൊല്ലി ഇസ്രയേലും ഹമാസും വാക്പോർ കനത്തു വരുന്നു എന്നാണ്. ഇസ്രയേലി ബന്ദിക്ക് പകരം പലസ്തീൻകാരുടെ മൃതദേഹം അയച്ചുവെന്നും ഇസ്രയേൽ സേനയുടെ പരാതി. ഇത് കുറച്ചുകൂടി ഇവർ തമ്മിലുള്ള വഴക്കിന് കുറച്ചുകൂടെ കലിപ്പ് കൂട്ടുമല്ലോ ബിബി. എസ്കേൻ, ഇപ്പോൾ ഇസ്രായേലിൽ 3 ബസ്സുകൾ സ്ഫോടനത്തിൽ തകർന്നതും 2 ബസ്സുകളിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചിരുന്നു, അതിൽ നിന്ന് രക്ഷപ്പെട്ടതും ഒക്കെ ഇസ്രായേലിനെ വല്ലാതെ പ്രകോപിതരാക്കിയിരിക്കുകയാണ്. കാരണം അതിൽ തുൽക്കറം, റിവഞ്ച് ഓൺ തുൽക്കറം എന്ന് എഴുതിയിട്ടുണ്ട്. അത് വെസ്റ്റ് ബാങ്കിലുള്ള പ്രദേശമാണ് തുൽക്കറം. അപ്പോൾ തുൽക്കറമിൽ നിന്നുള്ള ഭീകരവാദികൾ വന്ന് ഇവിടെ സ്ഫോടനം നടത്തിയെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു റിവഞ്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇസ്രായേലികളായിട്ടുള്ള 4 ബന്ദികളുടെ മൃതശരീരങ്ങൾ വിട്ടുകൊടുത്തത്. അതിൽ 2 പേർ കുട്ടികളാണ്. 9 മാസം പ്രായമുള്ളപ്പോൾ കൊണ്ടുപോയതാണ് ഒരു കുട്ടിയെ, 4 വയസ്സുള്ള മറ്റൊരു കുട്ടിയെയും. അവരുടെ മാതാവിൻ്റെ ജഡമാണ്, സിറി ബിബാസ് എന്ന അവരുടെ മാതാവിൻ്റെ ജഡമാണ് മാറിപ്പോയിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് ഇസ്രായേൽ ബോംബിട്ട് തകർത്തപ്പോൾ മരിച്ചുപോയതാണ്. അതിൻ്റെ പേരിൽ മൃതദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പലസ്തീൻകാരിയുടെ, ഗസയിലെ ഒരു പലസ്തീൻകാരിയുടെ മൃതശരീരമാണ് ഇസ്രായേലിലേക്ക് കൊടുത്തുവിട്ടത്. അത് DNA ടെസ്റ്റിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇതിനെതിരെ അതിശക്തമായ ഭാഷയിലാണ് ഇവരെ കൊലപ്പെടുത്തിയത് മാത്രമല്ല മൃതശരീരം വിട്ടു നൽകിയില്ല, ഇത് കരാർ ലംഘനമാണ് എന്നൊക്കെ ഇസ്രായേൽ ആരോപിച്ചിരിക്കുന്നു. 2 കുട്ടികളെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ്, അല്ലെങ്കിൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് പറഞ്ഞത്. പക്ഷെ അവർ പറയുന്നു ഈ കുട്ടികളുടെ മേൽ അങ്ങനെ ആക്രമണത്തിൻ്റെ ഒരു ഇതും കാണുന്നില്ല, അവരെ കൈകൊണ്ട് ബെയർ ഫുട്ട് കൊണ്ട് ഇടിച്ചു കൊല്ലുകയായിരുന്നു, അവരുടെ മേൽ തോക്ക് ചൂണ്ടിയിട്ടില്ല, തോക്ക് അല്ലെങ്കിൽ നിറയൊഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ക്രൂരമാണ് എന്ന് ഇസ്രായേൽ പറയുന്നു. പക്ഷേ ഇസ്രായേൽ കൊലപ്പെടുത്തിയ 61,000 പേരുടെ കഥ അപ്പുറത്ത് കിടക്കുകയാണ്. എസ്കേൻ, എന്തായാലും ഇതിന്റെ ഇടയിൽ ഗസയുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ സൗദിയിൽ അറബ് ഉച്ചകോടി നടക്കുന്നുണ്ട്. എസ്കേൻ, താങ്ക് യു ബിബി ജെയിംസ്. ഇനി വിദേശ വാർത്ത നാളെ ഇതേ സമയം